ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇതുപോലെ കോഴിയുടെ ലിവറോ കരളും കൊണ്ട് നമുക്ക് ഇതുപോലത്തെ ഒരു കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല സൂപ്പറായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഞാൻ അത്യാവശ്യം വലിയൊരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. 25 ചെറിയ ഉള്ളിയും കൂടെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. ഇനി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കുക്കറിലേക്ക്. അപ്പം എടുക്കുമ്പോൾ വെളിച്ചെണ്ണ മാത്രമേ എടുക്കാവൂ കേട്ടോ. സൺഫ്ലവർ ഓയിൽ ചേർത്താൽ ടേസ്റ്റ് ഉണ്ടാകത്തില്ല. നമ്മൾ ചതച്ച് വെച്ചതും കൂടെ ഇട്ടെടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാമേ. ഇത് ഒരുപാട് നേരം വഴറ്റേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ കോഴിയുടെ ലിവർ അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പം ഇത് മുഴുവനായിട്ട് ചേർത്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തെടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വെള്ളം മാത്രം മതി കേട്ടോ. കാരണം ഇതിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഊറി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്തതിന് ശേഷം ഇത് നമുക്ക് അടച്ച് വെച്ച് ഒരു 4 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി വെന്തതിന് ശേഷം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മാത്രമേ മുളക് പൊടി ചേർക്കുന്നുള്ളൂ. കാരണം നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം ഉലുവപ്പൊടി ചേർത്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കാമേ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇത് രാവിലത്തെ കാപ്പിയിലൂടായിരുന്നാലും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ചോറിനോട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം ഇതുപോലത്തെ ഐറ്റംസ് കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വച്ച് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ മറക്കാതെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം ഇത് വറ്റിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കുന്നതുകൊണ്ട് തന്നെ ജസ്റ്റ് കറിയുടെ ആ ഒരു പരുവത്തിലാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം ഇന്ന് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ.